ബിഗ് ബോസ് സീസൺ 7 മിഡ് വീക്ക് എവിക്ഷൻ നോമിനേഷൻ ലിസ്റ്റിൽ 6 മത്സരാർത്ഥികളാണ് ഇടം പിടിച്ചിരിക്കുന്നത്. അനീഷ്, ഒനിൽ ബാബു, രേണു സുധി, കലാഭവൻ, സരിക, ശാരിക KB, റെന ഫാത്തിമ എന്നിവരാണ് ഏറ്റവും അധികം വോട്ടുകളുമായി പട്ടികയിലുള്ളത്. ഹൗസിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെടാതിരിക്കണമെങ്കിൽ ടാസ്കുകളിൽ ജയിച്ച് കൂടുതൽ പോയിന്റുകൾ സ്വന്തമാക്കണം. ഏറ്റവും കുറവ് പോയിന്റ് നേടുന്നവരായിരിക്കും സസ്പെൻഡ് ചെയ്യപ്പെടുക. അതേസമയം മിഡ് വീക്ക് എവിക്ഷന്റെ ആദ്യ ടാസ്ക് ഇന്ന് ഹൗസിൽ നടന്നു. ടാസ്കിൽ ഏറ്റവും കുറവ് പോയിന്റ് നേടിയത് അനീഷാണ്. ടാസ്കിനെ കുറിച്ച് ബിഗ് ബോസ് അനലിസ്റ്റായ അൻസിഫ് പങ്കുവച്ച വാക്കുകൾ ഇങ്ങനെ: കോയിൻ വീക്ക് ടാസ്ക് മിഡ് വീക്കിന് വേണ്ടിയുള്ള ആദ്യ ടാസ്ക് ആണിത്. ആക്ടിവിറ്റി ഏരിയയിൽ ഒരു ചെളിക്കുണ്ട് സജ്ജമാക്കിയിട്ടുണ്ട്. ഇതിൽ നിന്നും കോയിൻ ശേഖരിക്കലാണ് ആദ്യ ടാസ്ക്. 6 ട്രഷറി ബോക്സുകളും ഡബ്ബകളും ഓപ്പോസിറ്റായി വെച്ചിട്ടുണ്ട്. പെട്ടിക്കകത്ത് സേഫ്റ്റി ഗിയറുകളുണ്ട്. ഇത് തുറക്കണമെങ്കിൽ വെള്ളത്തിൽ മുക്കിയിട്ടിരിക്കുന്ന താക്കോലുകളുടെ ഏറ്റവും യോജിച്ചത് തിരഞ്ഞെടുക്കണം. അതിനുശേഷം സേഫ്റ്റി ഗിയേഴ്സ് ധരിച്ച് മൺപുറ്റിലേക്ക് ഇറങ്ങി 8 മിനിറ്റ് കൊണ്ട് പരമാവധി കോയിനുകൾ തിരഞ്ഞെടുക്കണം. നോമിനേഷനിൽ വന്നവർക്ക് സഹായികളാണ് ഈ കോയിൻ എടുത്തു കൊടുക്കേണ്ടത്. റെനയ്ക്ക് വേണ്ടി ആര്യനും, ജിസേൽ, ശാരികയ്ക്ക് വേണ്ടിയും, ആദില, ബിന്നി, ഒനിയലിന് വേണ്ടിയും അക്ബർ, ഷാനവാസ്, സരികയ്ക്ക് നെവിൻ, അഭിലാഷ്, രേണുവിന് ബിൻസി, ശൈത്യ, അനീഷിന് അപ്പാനി, ശരത്, അനുമോൾ എന്നിവരാണ് സഹായികൾ. ഇതിൽ ശരത്തിനും അനുമോൾക്കും ഒഴിച്ച് ബാക്കി എല്ലാവർക്കും സേഫ്റ്റി ഗിയർ എടുക്കാനുള്ള താക്കോലുകൾ പെട്ടെന്ന് ലഭിക്കും. അതുകൊണ്ട് തന്നെ ഇവർ ഗെയിമിൽ ഏറെ പിന്നിലായിപ്പോയി. അനീഷിന് ആകെ 3 കോയിനുകൾ മാത്രമേ കിട്ടിയുള്ളൂ. ഒനിയൽ 12, രേണു 13, റെന 15, ശാരിക 9, സരിക 14 എന്നിങ്ങനെയാണ് മറ്റുള്ളവർക്ക് കിട്ടിയ കോയിൻ. 15 കോയിൻ കിട്ടിയ റെനയ്ക്ക് 6 പോയിന്റ് ആണ് ലഭിച്ചത്. 14 പോയിന്റ് കിട്ടിയ സരികയ്ക്ക് 5ഉം, 13 കോയിൻ കിട്ടിയ രേണുവിന് 4ഉം, 12 കോയിൻ കിട്ടിയ ഒനിയലിന് 3 പോയിന്റും, 9 കോയിൻ കിട്ടിയ ശാരികയ്ക്ക് 2 പോയിന്റും, 3 കോയിൻ കിട്ടിയ അനീഷിന് 1 പോയിന്റും ഇങ്ങനെയാണ് ലഭിച്ചത്. ഇത് ആദ്യ ടാസ്ക് ആണ്. ഇനി 2-3 ടാസ്ക് ഉണ്ടായേക്കാം. നാളെ തന്നെ മിഡ് വീക്ക് എവിക്ഷന്റെ സസ്പെൻഷൻ ഉണ്ടായേക്കാം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സീക്രട്ട് റൂമിലൊക്കെ കൊണ്ടു ചെന്നിട്ടാൽ ഗെയിമും മറ്റൊരു തലത്തിലേക്ക് പോയേക്കുമെന്നും അൻസിഫ് പറയുന്നു. വരും ടാസ്കുകളിൽ അനീഷ് കൂടുതൽ പോയിന്റുകൾ നേടിയില്ല എങ്കിൽ താരത്തിന്റെ സ്ഥിതി പരുങ്ങലിലാകും. അതേസമയം മിഡ് വീക്ക് എവിക്ഷനിൽ എന്തായിരിക്കും ബിഗ് ബോസ് സ്വീകരിക്കുന്ന നടപടി എന്ന് ഉറ്റുനോക്കുകയാണ്. മത്സരാർത്ഥികളെ സീക്രട്ട് റൂമിലേക്ക് കയറ്റി വീണ്ടും തിരിച്ചു കയറ്റുമോ എന്ന ചോദ്യങ്ങളൊക്കെ ആരാധകർ ഉയർത്തുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ കാത്തിരുന്ന് കാണേണ്ടി വരും. അതേസമയം മിഡ് വീക്ക് എവിക്ഷൻ എന്ന ആശയത്തിനെതിരെ ചില ആരാധകരും വിമർശനം ഉയർത്തുന്നുണ്ട്. അത്തരത്തിലൊരു കമന്റ് ഇങ്ങനെയാണ്: മിഡ് വീക്ക് എവിക്ഷൻ എന്ന കോൺസെപ്റ്റ് മോശം ആണ്. കാരണം ബിഗ് ബോസിൽ എല്ലാ പ്രേക്ഷകരും വോട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വോട്ടിംഗ് അല്ലാതെ ടാസ്കിന്റെ അടിസ്ഥാനത്തിൽ എവിക്ഷൻ നടത്താൻ പോകുന്നു. പ്രേക്ഷക പിന്തുണയുള്ള ഒരു കണ്ടസ്റ്റന്റിനെ ഇതുപോലെ ഈസിയായി ഔട്ടാകാമല്ലോ എന്നാണ് കമന്റിൽ പറയുന്നത്. എന്തായാലും സീസൺ 7 തുടർന്നും ട്വിസ്റ്റുകളും ടേണുകളും നിറഞ്ഞതായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല.